നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നാളെ കന്നി 1. നാളെ മുതൽ ചില നാളുകാരുടെ ജീവിതത്തിൽ ഭാഗ്യം നിഴൽ പോലെ പിന്തുടരും. അവർക്ക് വെച്ചടിക്കയറ്റവും ഉണ്ടാകും. ഏതൊക്കെയാണ് ആ നാളുകാർ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കന്നിമാസത്തിന് തുടക്കമിടാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കന്നിമാസത്തിലെ ഓരോ മാറ്റവും ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് എന്ന കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണാനുഭവങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് കാരണം കന്നിമാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളാണ്. കൂടാതെ നവരാത്രി തുടക്കവും ഈ സമയം തന്നെയാണ്. ബുധൻ, ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങളും അതിൻ്റെ രാശി മാറുന്നത് കന്നിമാസത്തിലാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരിലും എപ്രകാരമാണ് മാറ്റങ്ങൾ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് ഗുണാനുഭവങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ചില നക്ഷത്രക്കാരുമുണ്ട്. അതിഗംഭീരമായ മാറ്റങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, കരിയർ, ധനം, കുടുംബം, ജോലി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തുന്നതാണ്. ഏതൊക്കെ നാളുകാരിലാണ് ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് വരാനിരിക്കുന്നത്. കൂടാതെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കുന്നതിനും സാധിക്കും. സമ്പന്നയുടെ മടിത്തട്ടിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം ഇനി. ബുധന്റെ സ്ഥാനം 6-ാം ഭാവത്തിലായതിനാൽ അത് നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും. നിലപാടുകൾ എല്ലാം തന്നെ അനുകൂലമായി വരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്യപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അവിവാഹിതരായവർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അടുത്തതായി വരുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. പരാജയം ഇവരെ ബാധിക്കുകയില്ല. ജോലിയിൽ സ്ഥാനക്കയറ്റം തേടിയെത്തും. ബുദ്ധിപരമായി ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുവാനിരിക്കുന്നത്. പല കോണിൽ നിന്നും ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ ലഭിച്ചേക്കാം. സഹപ്രവർത്തകരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാം. ആരോഗ്യത്തെ നിസ്സാരമാക്കുന്നത് മാത്രം അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ധനങ്ങൾ നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്ത് സന്തോഷകരമായ പല സംഭവങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അടുത്തതായി വരുന്നത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. കൂടാതെ ആഡംബരത്തോടെയുള്ള ഒരു ജീവിതത്തിന് യോഗം കാണുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കുന്നതിനും അതുവഴി മികച്ച ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനും യോഗം കാണുന്നു. പല കോണിൽ നിന്നും വരുമാനം ഇരട്ടിയാകും. പ്രണയിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഓഫീസ് ജോലികളിൽ ഭാരം കുറയും.
സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്ന സമയമാണ്. കുടുംബസമേതം വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും പോകുവാനുള്ള അവസരങ്ങളും കൈവന്നു ചേരും. അടുത്തതായി വരുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്ഥാനം അനുകൂലമായതിനാൽ പല കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. കൂടാതെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകും. തടസ്സങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നതിന് യോഗം കാണുന്നു. കലാരംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി അംഗീകാരം തേടിയെത്തും. കൂടാതെ ജോലിയുടെ കാര്യത്തിലും നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ്. ആരോഗ്യത്തെ നിസ്സാരമായി കാണുന്നവർ മാത്രം അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തികമായി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ചില പുതിയ അതിഥികൾ കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും. വസ്ത്രലാഭം, ആഭരണലാഭം എന്നിവയൊക്കെ നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. അടുത്തതായി വരുന്നത് ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കന്നിമാസം ഗുണാനുഭവങ്ങൾ ധാരാളം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നിരാശരാകേണ്ടി വരില്ല. വസ്തു വിൽക്കുന്നത് വഴിയും വാങ്ങുന്നത് വഴിയും സാമ്പത്തിക നേട്ടം തേടിയെത്തും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിൽ സംശയം വേണ്ട. കന്നിമാസത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയം കൂടിയാണിത്. ഷെയർ മാർക്കറ്റ്, നിക്ഷേപങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം ജീവിതത്തിലുടനീളം നിലനിൽക്കുന്ന സമയമാണ്. അതുപോലെ ഏത് വലിയ പടുകുഴിയിൽ നിന്നും നിങ്ങൾക്ക് നിഷ്പ്രയാസം കരകയറുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. അടുത്തതായി വരുന്നത് പുണർദം നക്ഷത്രം. ഇവരുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈശ്വരന്റെ പ്രത്യേകമായ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ കാലയളവിൽ തടസ്സങ്ങളെ എല്ലാം മാറ്റി നിർത്തുവാനും ജീവിതത്തിൽ മുന്നേറുവാനും കഴിയും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അവരുടെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി ആഡംബരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് കടന്നു വരുവാൻ ഇരിക്കുന്നത്. അടുത്തതായി വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരും. നിങ്ങളുടെ വീടുകൾ പുതുക്കി പണിയുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുമുള്ള ഭാഗ്യം നിലനിൽക്കുന്നുണ്ട്. കലാ, സാഹിത്യം, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയത്തിൻ്റെ സമയമാണ്. ഇനി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ഈശ്വരന്റെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അടുത്തതായി വരുന്നത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നാളുകാരുടെ ജീവിതത്തിലും മാറ്റങ്ങളുടെ സമയമാണ്. ഈശ്വരൻ നിങ്ങളിൽ കൈപിടിച്ചുയർത്തുന്ന കാലഘട്ടം. നിങ്ങൾ ഏത് വലിയ പരാജയത്തിലാണെങ്കിൽ പോലും ഈശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വളരെ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യപരമായി നിങ്ങളെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും. അതുപോലെ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. അവസാനത്തേത് ചതയമാണ്. ചതയം നാളുകാരുടെ ജീവിതത്തിലും മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി നിങ്ങൾക്ക് നിറവേറ്റുവാൻ കഴിയും. അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ കാലയളവിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈശ്വരാധീനത്താൽ നിങ്ങളുടെ കുടുംബത്ത് സന്തോഷവും